Good morning. മക്കളെ ഇതേ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. പേജ് നമ്പർ 24 ആണ്. Prove that in arithmetic sequence with the first term 1/3 and common difference 2/3 contains all odd numbers but no even numbers. ഇതെല്ലാം പ്രൂവ് ചെയ്യാനാണ്. ഇത് തന്നിരിക്കുന്നതൊന്ന് എഴുതാവേ. എന്നൊക്കെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. എത്രയാ? 1/3. പിന്നെ എന്നാ തന്നിട്ടുള്ളത്? കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. 2/3. ഇതിന് നമ്മളിത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ എന്താണ് ഇതിനകത്ത് ഏത് സംഖ്യ മാത്രമേ ഉള്ളൂ? ഓഡ് നമ്പേഴ്സ്. ഓടെന്ന് പറഞ്ഞാൽ എന്നാണ്? ഒറ്റ സംഖ്യകൾ. അതായത് 1, 3 അങ്ങനെയുള്ളത് മാത്രമേ വരുള്ളൂ. ഈവൻ നമ്പേഴ്സ് ഒന്നും വരത്തില്ല. 2, 4, 6 ആയിട്ടൊന്നും അതിന് വാല്യൂസ് വരത്തില്ല എന്ന് നമ്മൾ ഇതൊരു സീരീസ് ആയിട്ട് എഴുതിയാൽ, അരിത്മെറ്റിക് സീക്വൻസ് ആയിട്ട് എഴുതിയാൽ അതിനകത്ത് വരികയില്ല എന്നാണ്. അതായത് ഫസ്റ്റ് ടൈം വെച്ചിട്ട് ഞാൻ അത് പറയാം. ഫസ്റ്റ് ടൈം ഇപ്പോൾ 1/3 അല്ലേ? ഫസ്റ്റ് 1/3 അടുത്ത 1/3. സെക്കൻഡ് ടൈം അപ്പോൾ എത്രയായി? 1/3 നമ്മുടെ കോമൺ ഡിഫറൻസ് കൂട്ടുക 2/3. അപ്പോൾ എത്രയാ? 3/3. 2 + 1. ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലേ, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. 3/3 എന്ന് പറഞ്ഞാൽ 1 കണ്ടോ. ഇനി ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. തേർഡ് ടേം എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ? 1ൻ്റെ കൂടെ 1/3 ആഡ് ചെയ്യില്ല, 2/3 ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ചുമ്മാ കാണിക്കുന്നതേ ഉള്ള 3. അപ്പോൾ 5/3. ഇത് ഇങ്ങനെ പോകും കണ്ടോ, ഇങ്ങനെ പോകും. അപ്പോൾ ഈ സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരിക്കലും എന്ത് വരത്തില്ല, എന്ത് വരികയല്ലെന്ന്? ഈവൻ നമ്പേഴ്സ് വരത്തില്ല, ഓഡ് നമ്പേഴ്സ്. ഇപ്പോൾ 1 വന്നത് ഓഡ് നമ്പർ അല്ലേ? ഇത് ബാക്കിയെല്ലാം ഓടാ കേട്ടോ. അപ്പോൾ ഓഡ് നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ നമുക്കിതൊന്നും ഇങ്ങനെ മൊത്തം എഴുതി കാണിച്ചിട്ട് ഇത് ഓഡ് നമ്പർ ആണ്, ഇത് ഈവൻ നമ്പർ ആണെന്ന് പറയാൻ പറ്റില്ല. ഉടനെ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഓൾജിബ്രാക് എക്സ്പ്രഷൻ എഴുതുക. എന്താ ഇതിന്റെ ഓൾജിബ്രാക് എക്സ്പ്രഷൻ? നമ്മൾ പഠിച്ച് ഇത് വെച്ചെഴുതാം. xn = dn + f - d. സോറി പറയണം, കാരണം ഉണ്ടല്ലോ ഞാൻ മറ്റേ എനിക്കത് 2-3 വീഡിയോസിൽ f - a എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ തിരുത്തിയിട്ടുണ്ട് അവിടെ. f - d ആണ്. കാരണം നമ്മൾ മറ്റേ എഴുതി വെച്ചിട്ടേ ഏതാ നമ്മുടെ ആദ്യത്തെ ഉണ്ടല്ലോ xn = an + b എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ a എന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ഡിഫറൻസ് ആണ്, ഇവിടെ d എന്ന് ഉദ്ദേശിക്കുന്നതും കോമൺ ഡിഫറൻസ് ആണ്. ആ ഓർമ്മ വെച്ച് അങ്ങനെ എഴുതിയായിരുന്നു കേട്ടോ. അപ്പൊ ഒന്ന് ശ്രമിച്ചേക്ക്. ഓക്കെ, f - d. ഓക്കെ, നമുക്ക് ഇനി കൊടുക്കാം. ഇപ്പൊ d എന്നാണ് കോമൺ ഡിഫറൻസ്. അപ്പൊ ഞാൻ എഴുതുവാണ് xn = കോമൺ ഡിഫറൻസ് എത്രയാണ് മക്കളെ? 2/3 n. n അവിടെ കിടപ്പുണ്ടായിരുന്നു, അവിടെ എഴുതുക. പ്ലസ് ഫസ്റ്റ് ടേം എത്രയാണ്? f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 1/3 മൈനസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് 2/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3n അല്ലേ? പ്ലസ് ഇവിടെ 2 സബ്ട്രാക്ട് ചെയ്യണം, ഫ്രാക്ഷൻ ആണ്, സബ്ട്രാക്ഷൻ ചെയ്യണം. എളുപ്പം, കാരണം രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം. അപ്പോൾ വെറുതെ അങ്ങ് ന്യൂമറേറ്റർ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇത് ഡിനോമിനേറ്റർ അതുപോലെ എഴുതാം. ഓക്കെ, ഡിനോമിനേറ്റർ അതുപോലെ എഴുതി. ഇവിടെ നോക്കിയേ 1 - 2, ഇവിടെ +1, ഇത് -2. അപ്പോൾ ഒരു പ്ലസ് മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്യുക. വലുതിൻ്റെ സൈൻ 2 അല്ലേ? അപ്പോൾ എത്ര വരും? -1 വന്നു. അപ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും വെളിയിലെടുക്കാനുണ്ടോ? ഒന്ന് ആലോചിച്ച്, വെളിയിലെടുക്കാവോ? ഈ രണ്ട്, ഇപ്പൊ ഇത് 2 ടേമാണ്. ഇതൊരു ടേം, ഇതൊരു ടേം. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ നിന്ന് എനിക്ക് എന്ത് വെളിയിലെടുക്കാം? 1/3 വെളിയിലെടുക്കത്തില്ലേ? ഞാൻ 1/3 വെളിയിലെടുക്കാൻ പോണേ. 1/3 വെളിയിലെടുത്തു. 1/3 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്നാ ഉള്ളത്? ഇവിടെ എന്നാ ഉണ്ടോ? ഒരു 1/3 വെളിയിലെടുത്തു. ബാക്കി ഇവിടെ ഇനി എന്നാ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. 2/3 ആയിരുന്നു, അതിൽ ഒരു 1/3 നമ്മളിങ്ങനെ വെളിയിലെടുത്തു. അപ്പൊ ഇനി അതിനകത്ത് എന്നാ ഉണ്ട്? 2 മാത്രമേ കിടപ്പുള്ളൂ. അപ്പം 2, പിന്നെ n കിടപ്പുണ്ട്. ഇനി ഇവിടെ 1/3 ആ 1/3 ഓൾറെഡി നമ്മൾ വെളിയിലെടുത്തു. ഇനി ബാക്കി അപ്പം എന്നാ കിടപ്പുള്ളൂ? അവിടെ 1 കിടപ്പുള്ളൂ. കണ്ടോ? ഇത് ഈ മൈനസ് എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? ഈ പ്ലസും മൈനസും അടുപ്പിച്ച് വന്നു. പ്ലസും മൈനസും അടുപ്പിച്ച് വരുവാന്ന മൾട്ടിപ്ലിക്കേഷനാണ്. പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ മൈനസ് ആയിരിക്കും. ആ മൈനസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയത് 1/3 × 2n - 1. ഇത് വെളിയിലെടുത്ത് മനസ്സിലായോ മക്കളെ? എന്താ ഇത്രയും വന്നാൽ മനസ്സിലായില്ലേ? ഇത്രയും മനസ്സിലായില്ലേ? അതിനകത്തുനിന്ന് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ നോക്കുമ്പം ഇവിടെ 1/3 ഉണ്ട്. ഇതിനകത്തുനിന്ന് നമുക്കൊരു 1/3 വെളിയിലെടുക്കാം. ഇവിടുന്ന് 1/3 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്നാ ഉള്ളേ? 1/3 പോയുള്ളൂ അല്ലെ? മേളിൽ നിന്ന് 1 പോയിട്ടുള്ളൂ. ബാക്കി അവിടെ തന്നെ എന്നാ കിടപ്പുണ്ട്? 2 കിടപ്പുണ്ട്. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരണം കേട്ടോ. 1 × 2n, 2n തന്നെ വരണം. പിന്നെ -1 കേട്ടോ. ഇത്രയും കിട്ടി.
ഇനി നമ്മളോട് ഇവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ കാര്യം എന്നാന്ന് പറഞ്ഞു കൊടുക്കണ്ടേ, വേണ്ടേ? ഇതിനകത്ത് എന്തേ വരുവുള്ളെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്ക് എന്നാ കിട്ടിയത്? എക്സ് എൻ ഇസ് ഈക്വൽ, ഇതാണ് നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. എക്സ് എൻ ഇസ് ഈക്വൽ ടു 1/3 × 2n - 1. നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കണം ഇതിനകത്ത് എന്തില്ലെന്ന്, ഓഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളെന്ന്. അപ്പൊ എന്ത് ചെയ്യുന്നറിയാവോ, ഞാൻ എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് നോക്കാം, നമ്മൾ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് 1 ഇട്ട് കൊടുത്തു, എന്നിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താല് നമുക്ക് ഈ 1/3 അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ഇത്രയും മാത്രം ഒന്ന് എടുത്തേ, 2n - 1. അതായത് എന്നിന്റെ സ്ഥാനത്ത് തന്നെ എഴുതണം 2 × 1. കേട്ടോ, എന്നിന്റെ സ്ഥാനത്ത് ഇട്ടു -1. 2 × 1 എത്രയാ? 2 -1. ആൻസർ എത്ര വരും? 1. കേട്ടോ, ഇനി ഞാൻ x2 ഇട്ട് കൊടുക്കാൻ പോവാം ഇതിനകത്ത് തന്നെ. അപ്പൊ 2ന്റെ സ്ഥാനത്ത്, എന്നിന്റെ സ്ഥാനത്ത് തന്നെ എഴുതണം 2 - 1. 2 × 2 എത്രയാ? 4. 4 - 1 എത്രയാ? 3. ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. x3 ഇട്ട് കൊടുക്കാം. അപ്പൊ എന്നാ വരും? 2 × n. 2 × n ന്റെ സ്ഥാനത്താണ് നമ്മൾ 3 ഇടുന്നത്. 3 - 1. 6 - 1 = 5. കണ്ടോ, നമ്മൾ ഏത് വാല്യൂ ഇട്ട് കൊടുത്തപ്പോഴും നമുക്ക് എന്താ 1, 3, 5 അതൊക്കെ എന്ത് നമ്പേഴ്സ് ആണ്? ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ? അതല്ലേ വന്നിരിക്കുന്നത്? ഓഡ് നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതാണ് അവർ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ 2-3 എണ്ണം ഇതുപോലെ വേണം 2-3 എണ്ണം എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എഴുതാം. എന്താ എഴുതാമെന്നറിയാവോ? വാല്യൂ ഓഫ് എന്തിന്റെ നമ്മൾ ചെയ്തത്? 2n - 1 ആണ് നമ്മളിപ്പോൾ ചെയ്തത്. വാല്യൂ ഓഫ് 2n - 1 ഈസ് ഓൾവേസ് എന്താ നമുക്ക് എപ്പോഴും കിട്ടിയത്? ഓൾവേസ് എന്ത് നമ്പേഴ്സ് ആണ് കിട്ടിയത്? ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് ആണ് കിട്ടിയത്. സോ ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഈവൻ നമ്പേഴ്സ്. മനസ്സിലായോ മക്കളെ? എന്താ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഭാഗം ഒരു ഇച്ചിരി നമുക്ക് എന്തോ ഇത് എങ്ങനെ ചെയ്യും, ഇവർ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യും എന്നൊക്കെ ഒരു തോന്നൽ വരും കേട്ടോ. ഒന്നുമില്ല, നിങ്ങൾ ഇതുപോലെ ഒന്ന് തരുവാണ്. ആദ്യം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ട് തന്നല്ലോ. അപ്പൊ നമുക്ക് എന്നാ കിട്ടി? 1/3 × നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്തായിരുന്നു? xn = 1/3 × 2n - 1 ആയിരുന്നു. ആണല്ലോ. ഈ 1/3 എടുത്ത് പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 3 തന്നെ വരും. അതുകൊണ്ടാണ് അത് മാത്രം ഇടാതെ ഞാൻ ഏത് മാത്രം എടുത്തുള്ളൂ? 2n - 1 മാത്രം എടുത്ത് കാണിച്ചാൽ മതി. നമുക്കത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പം എക്സിന് പല പല വിലകൾ ഇട്ട് കൊടുത്തു. എക്സിന് ആദ്യം 1 ഇട്ട് കൊടുത്തു, ഒരു 2n - 1 എടുത്തു. കണ്ടോ, വില ഇട്ടപ്പോൾ 1, അടുത്ത 2 ഇട്ട് കൊടുത്ത് നോക്കി, 3 ഇട്ട് കൊടുത്ത് നോക്കി. ഇങ്ങനെ എണ്ണം എഴുതിയിട്ട് ഇതുപോലെ 3 എണ്ണം എഴുതി. കണ്ടോ, അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചത് ഇങ്ങനെ വരൂ. കണ്ടോ, ഓഡ് നമ്പേഴ്സ് വരൂ എന്ന് പ്രൂവ് ചെയ്തു. എന്നിട്ട് എഴുതണം വാല്യൂ ഓഫ് 2n - 1. കണ്ടോ, വാല്യൂ ഓഫ് 2n - 1 എപ്പോഴും ഒരു ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് എപ്പോഴും ഇതിനകത്ത് എന്ത് വരത്തില്ല? ഈവൻ നമ്പേഴ്സ് വരികയില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ളതാണ്. മക്കൾ ഈ വീഡിയോ ഒന്ന് കാണുക കേട്ടോ, 2-3 പ്രാവശ്യം ഒന്ന് കാണുക, എന്നിട്ടൊന്ന് മനസ്സിലാക്കാൻ, ശരിക്കും മനസ്സിലാക്കുക. ഇത് എനിക്ക് തന്നെ പഠിപ്പിക്കുമ്പോൾ ഒരു വിഷമം പോലെ. കാരണം നിങ്ങൾ ഇത് എത്രത്തോളം എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. കാരണം ഇത് പ്രൂവ് ചെയ്യാൻ പറയുന്നു, ഇത് നമ്മൾ എന്തിട്ട് പ്രൂവ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വേണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കണ്ടോ, സിമ്പിളാണ്. നിങ്ങൾ ഇത്രയാദ്യം ചെയ്ത് വെക്കണേ. ഏതാ അതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുവെക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്തു വെച്ചാൽ മാത്രം മതി മക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമാകും കേട്ടോ. ഓക്കെ, താങ്ക് യു.